ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഞാൻ രാജേശ്വരി വിനോദ്. ഇന്നത്തെ മോർണിംഗ് ചലഞ്ച് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ള ആറാമത്തെ ക്ലാസ് ആണ്. ആറാമത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. അതായത് ഈ ആഴ്ചത്തെ ആറാമത്തെ ക്ലാസ് എന്നാണ് കേട്ടോ പറഞ്ഞു. കൗമാര കാലഘട്ടം അറിയപ്പെടുന്ന പേര് എന്താണ്? കൗമാര കാലഘട്ടം അറിയപ്പെടുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൗമാര കാലഘട്ടം അറിയപ്പെടുന്ന പേര് എന്താണ്? പരിവർത്തനത്തിന്റെ കാലം എന്നാണ്. എന്താണ് പരിവർത്തനത്തിന്റെ കാലം? കൗമാര കാലഘട്ടം അറിയപ്പെടുന്ന പേര് പരിവർത്തനത്തിന്റെ കാലം എന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ ഈ ഒരു കാലഘട്ടം ജീവിതത്തിന്റെ വസന്തം എന്നറിയപ്പെടുന്ന കാലഘട്ടം. ഈ ജീവിതത്തിന്റെ വസന്തം എന്ന് കവിയായ ജോൺ കീറ്റ്സ് വിശേഷിപ്പിച്ച കാലഘട്ടമാണ് കൗമാരം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ജീവിതത്തിന്റെ വസന്തം എന്ന് വിശേഷിപ്പിക്കുന്ന കൗമാര കാലഘട്ടം അറിയപ്പെടുന്നത് എന്താണ്? പരിവർത്തനത്തിന്റെ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. ജീവിതത്തിന്റെ വസന്തം എന്ന് കവി ജോൺ കീറ്റ്സ് ജീവിതത്തിന്റെ വസന്തം എന്ന് വിശേഷിപ്പിക്കുന്ന കാലഘട്ടമാണ് കൗമാരഘട്ടം എന്നറിയപ്പെടുന്നത്. ഇനി ജീവിതഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ദീർഘമായ കാലഘട്ടം ഏതാണ്? ഒരു സെക്കൻഡ്. കൗമാര കാലഘട്ടം എന്ന് പറയുന്നത് 12 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് കേട്ടോ. അടുത്തതാണ് ജീവിതഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ദീർഘമായ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഏതാണ്? ജീവിതഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ദീർഘമായത് എന്നറിയപ്പെടുന്നതാണ് പ്രായപൂർത്തി ഘട്ടം എന്നറിയപ്പെടുന്നത്. പ്രായപൂർത്തി, യൗവനഘട്ടമല്ല, പ്രായപൂർത്തിയാണ്. 19 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള കാലഘട്ടം. ചില ടെക്സ്റ്റുകളിൽ 20 വയസ്സും കാണാം. ഓക്കെ, അപ്പൊ ജീവിതഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ദീർഘമായ കാലഘട്ടമാണ് ഇവിടെ സൃഷ്ടി വേഴ്സസ് മുരടിപ്പ്. അതായത് എറിക്സന്റെ കാലഘട്ട പ്രകാരം, സാമൂഹിക വികസന ഘട്ടപ്രകാരം സൃഷ്ടി വേഴ്സസ് മുരടിപ്പ് എന്നൊരു ഘട്ടമാണ് ഈ ഒരു പ്രായത്തിൽ. അപ്പൊ പ്രായപൂർത്തി ഘട്ടമാണ് ജീവിതഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ദീർഘമായ ഘട്ടം. 19 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള കാലഘട്ടം. അപ്പൊ കൗമാര കാലഘട്ടം അറിയപ്പെടുന്നത് പരിവർത്തനത്തിന്റെ കാലം അഥവാ ഏജ് ഓഫ് ട്രാൻസിഷന്റെ കാലഘട്ടമാണ്. ജീവിതത്തിന്റെ വസന്തം എന്ന് വിശേഷിപ്പിക്കുന്നു. ജീവിതഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ ഘട്ടം എന്നറിയപ്പെടുന്നത് പ്രായപൂർത്തിയാണ് എന്ന് പഠിച്ചു വയ്ക്കുക. ഇനി പൊരുത്തപ്പെടലിന്റെ കാലം എന്ന് വിശേഷിപ്പിക്കുന്ന കാലഘട്ടം, പൊരുത്തപ്പെടലിന്റെ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്ന കാലഘട്ടം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏജ് ഓഫ് കൺഫോമിറ്റി, പൊരുത്തപ്പെടലിന്റെ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത് പിൽക്കാല ബാല്യം. 6 മുതൽ പിൽക്കാല ബാല്യമാണ്. പൊരുത്തപ്പെടലിന്റെ കാലം എന്ന് മനഃശാസ്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്ന ഘട്ടമാണ് പിൽക്കാല ബാല്യം. 6 മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. ഈ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ഈ പിൽക്കാല ബാല്യത്തിന് അദ്ദേഹം ഇട്ട പേരാണ് നിലീനഘട്ടം. നിലീനഘട്ടം എന്നും, ഞാനത് ഓർത്തപ്പം അങ്ങ് പറഞ്ഞു എഴുതി വെച്ചു, നിർലീനഘട്ടം എന്നും അന്തർലീനഘട്ടം, ഇങ്ങനെ 3 പേരുണ്ട്. നിലീനഘട്ടം, നിർലീനഘട്ടം, അന്തർലീനഘട്ടം. പൊരുത്തപ്പെടലിന്റെ കാലം എന്നറിയപ്പെടുന്ന കാലഘട്ടമാണ് നിലീനഘട്ടം, നിർലീനഘട്ടം, അന്തർലീനഘട്ടം എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ 3 ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. ഒന്ന്, കൗമാര കാലഘട്ടം അറിയപ്പെടുന്ന പേര് പരിവർത്തനത്തിന്റെ കാലം എന്നാണ്. ജീവിതഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമുള്ള കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്രായപൂർത്തി ഘട്ടമാണ്. പൊരുത്തപ്പെടലിന്റെ കാലം എന്നറിയപ്പെടുന്ന കാലഘട്ടമാണ് പിൽക്കാല ബാല്യം. പൊരുത്തപ്പെടലിന്റെ കാലം എന്നറിയപ്പെടുന്നതാണ് പിൽക്കാല ബാല്യം. നിലീനഘട്ടമെന്നും നിർലീനഘട്ടമെന്നും അന്തർലീനഘട്ടമെന്നും വിശേഷിപ്പിക്കുന്നു. ശിശുവിന്റെ ആദ്യ സുഹൃത്തും സാമൂഹ്യവത്കരണ സഹായിയും. ശിശുവിന്റെ ആദ്യ സുഹൃത്ത്, അതായത് ഒരു കുഞ്ഞിന്റെ ശൈശവം എന്ന് പറയുന്നത് ബർത്ത് മുതൽ 3 വയസ്സ് വരെയാണ്. ഒരു കുട്ടിയുടെ ശൈശവം എന്ന് പറയുന്നത് ബർത്ത് മുതൽ 3 വയസ്സ് വരെയാണ്. ബർത്ത് മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് അവന്റെ ശൈശവം എന്നറിയപ്പെടുന്നത്. ശൈശവം, ഒരു കുഞ്ഞിന്റെ ശൈശവം എന്നറിയപ്പെടുന്നത് ബർത്ത് മുതൽ 3 വയസ്സ് വരെയാണ്. ഈ കാലഘട്ടത്തിലെ കുട്ടിയുടെ ആദ്യത്തെ പരിസ്ഥിതി, സമൂഹം എന്നൊക്കെ അറിയപ്പെടുന്നത് അവന്റെ കുടുംബമാണ്. കുട്ടിയുടെ ആദ്യത്തെ സാമൂഹ്യവത്കരണ സഹായി എന്നറിയപ്പെടുന്നത് ആരാണ്? അതാണ് ചോദ്യം. അമ്മ. ഈ പോയിന്റുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ, ഈ പറഞ്ഞു തരുന്ന പോയിന്റുകളെല്ലാം. ശൈശവം എന്നറിയപ്പെടുന്നത് ജനനം മുതൽ ആദ്യത്തെ 3 വയസ്സ് വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തെ പരിസ്ഥിതിയും സമൂഹവും കുടുംബമാണ്. സാമൂഹ്യവത്കരണ സഹായിയും ആദ്യ സുഹൃത്തും അമ്മയാണ് എന്ന് പഠിച്ചു വയ്ക്കുക.
അടുത്ത ക്വസ്റ്റ്യൻ, ശൈശവത്തിന്റെ തുടക്കത്തിൽ വികാര പ്രകടനത്തിനായി ശിശു ഉപയോഗിക്കുന്ന മാർഗം. ശൈശവത്തിന്റെ തുടക്കത്തിൽ, അതായത് ജനന സമയത്ത് വൈകാരിക പ്രകടനങ്ങൾ, അതായത് പിന്നീട് വരുമ്പോ ഏകദേശം കാതറിൻ ബ്രിഡ്ജ് പറയുന്ന 24 മാസം ആകുമ്പോഴേക്കും സംത്രാസം, ആനന്ദം, ഭയം, വെറുപ്പ്, കോപം, അസൂയ, ഈർഷ്യ, മുതിർന്നവരോടുള്ള പ്രിയം, കുട്ടികളോടുള്ള പ്രിയം, ആനന്ദം എന്നിങ്ങനെ ഒരുപാട് വികാരങ്ങൾ 2 വയസ്സാകുമ്പോഴേക്കും പൂർത്തിയാക്കിയിട്ടുണ്ടാകുമെന്നാണ്, ഈ വികാരങ്ങളെല്ലാം ആർജിച്ചിട്ടുണ്ടാകുമെന്നാണ് കാതറിൻ ബ്രിഡ്ജ് അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ തുടക്കത്തിൽ ചോദിക്കുന്ന ശിശുവിന്റെ ആദ്യത്തെ വൈകാരിക പ്രകടനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വികാര പ്രകടനങ്ങൾ എങ്ങനെയാണ്? കരച്ചിലാണ്. കുട്ടിയുടെ ആദ്യത്തെ വൈകാരിക അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ പ്രക്ഷുബ്ധ അവസ്ഥ എന്ന് പറയാം. വൈകാരിക അവസ്ഥ അങ്ങനെ തന്നെ എഴുതി വയ്ക്കണേ. വൈകാരിക അവസ്ഥ, കുട്ടിയുടെ ആദ്യത്തെ വൈകാരിക അവസ്ഥ പ്രക്ഷുബ്ധാവസ്ഥ. കുട്ടിയുടെ വൈകാരിക അവസ്ഥ പ്രക്ഷുബ്ധാവസ്ഥ. കുട്ടിയുടെ ആദ്യത്തെ വികാര പ്രകടനം എങ്ങനെയാ? കരച്ചിലൂടെയാണ് എന്ന് എഴുതി വെക്കുക. ഇനി കളിപ്പാട്ടങ്ങളുടെ കാലം എന്നറിയപ്പെടുന്നത് ഏത് കാലഘട്ടമാണ്? കളിപ്പാട്ടങ്ങളുടെ കാലം എന്നറിയപ്പെടുന്നത് ടോയ് ഏജ്. കളിപ്പാട്ടങ്ങളുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആദ്യകാല ബാല്യം. ആദ്യകാല ബാല്യമാണ് കളിപ്പാട്ടങ്ങളുടെ കാലം എന്നറിയപ്പെടുന്നത്. ആദ്യകാല ബാല്യമാണ് കളിപ്പാട്ടങ്ങളുടെ കാലം എന്ന് അറിയപ്പെടുന്നത്. ശൈശവത്തിന്റെ തുടക്കത്തിൽ ശിശു വികാര പ്രകടനം നടത്തുന്നത് കരച്ചിലൂടെയാണ്. ശിശുവിന്റെ ആദ്യത്തെ വൈകാരിക അവസ്ഥ പ്രക്ഷുബ്ധ അവസ്ഥയാണ്. കളിപ്പാട്ടങ്ങളുടെ കാലം എന്നറിയപ്പെടുന്നത് ഏതാണ്? ആദ്യകാല ബാല്യമാണ് എന്ന് പഠിച്ചു വയ്ക്കുക. കളിപ്പാട്ടങ്ങളുടെ കാലം, ഈ കളിപ്പാട്ടങ്ങളുടെ കാലം എന്നറിയപ്പെടുന്ന ആദ്യകാല ബാല്യം 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. അടുത്തതാണ്, ഗർഭസ്ഥ ശിശുവിന്റെ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകം. ഗർഭസ്ഥ ശിശുവിന്റെ ഗർഭാവസ്ഥ എന്ന് പറയുമ്പോൾ അതായത് അമ്മയുടെ വയറ്റിലാവുന്ന സമയം മുതൽ 280 ദിവസം അല്ലെങ്കിൽ 9 മാസമാണ് ഗർഭസ്ഥ അവസ്ഥ എന്നറിയപ്പെടുന്നത്. അപ്പൊ അമ്മയുടെ വൂമ്പിലായിരിക്കുന്ന സമയത്ത് കുട്ടിയെ സ്വാധീനിക്കുന്ന ഘടകമാണ് അമ്മയുടെ ആരോഗ്യം. അമ്മയുടെ ആരോഗ്യം ഇമ്പോർട്ടൻ്റ് ആണ്, നിസ്സാരമായിട്ട് കാണരുത്. ആഹാരം, മാനസികാവസ്ഥ. ഓക്കെ, ഗർഭസ്ഥ ശിശുവിന്റെ വികസനത്തെ സ്വാധീനിക്കുന്നതാണ്. അതായത് ഈ അവസ്ഥ ശ്രദ്ധിക്കണം എന്നല്ല പറഞ്ഞ, ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറഞ്ഞു കേട്ടോ. നമ്മളെ സംബന്ധിച്ച് അമ്മയുടെ ആരോഗ്യം, ആഹാരം, മാനസികാവസ്ഥ എന്നെല്ലാം ഗർഭസ്ഥ ശിശുവിന്റെ വികസനത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. പഠിച്ചു വയ്ക്കുക. ആദ്യകാല ബാല്യം ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണ്? അപ്പൊ നമുക്ക് ഇതൊന്ന് നോക്കാം. ഗർഭസ്ഥ ഘട്ടം എന്ന് പറയുന്നത് അമ്മയുടെ വയറ്റിലാവുന്ന സമയം മുതൽ 280 ദിവസമാണ് കേട്ടോ. ഗർഭധാരണം മുതൽ 280 ദിവസം. ഗർഭധാരണം മുതൽ 280 ദിവസമാണ് ഏത്? ഗർഭസ്ഥ ഘട്ടം എന്ന് അറിയപ്പെടുന്നത്. അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്ന ജനനം മുതൽ ആദ്യ 3 വയസ്സ് വരെ ശൈശവം എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? ശൈശവം എന്ന് അറിയപ്പെടുന്നു. ഇനി 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ ആദ്യകാല ബാല്യം. ഇനി 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ പിൽക്കാല ബാല്യം. ഇനി 12 മുതൽ 19 വരെ കൗമാരം. ഇനി 19 മുതൽ 60 വരെ പ്രായപൂർത്തി. ഈ ഘട്ടങ്ങളിൽ ആദ്യകാല ബാല്യം ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെ എന്ന് ചോദിച്ചാൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ എന്ന് വേണം ഉത്തരം എഴുതുന്നതിന് വേണ്ടി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സംഘബന്ധ പൂർവ്വകാലം എന്നറിയപ്പെടുന്ന വികസന ഘട്ടം. പൂർവ്വകാലഘട്ടം എന്നറിയപ്പെടുന്ന ഘട്ടമാണ് ആദ്യകാല ബാല്യം. സംഘബന്ധങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുന്നിലുള്ള ഘട്ടമാണ് സംഘബന്ധ പൂർവ്വകാലം എന്നറിയപ്പെടുന്നതാണ് ആദ്യകാല ബാല്യം. സംഘബന്ധങ്ങൾക്ക് മുന്നിലുള്ള ഘട്ടം എന്നുള്ള അർത്ഥത്തിൽ സംഘബന്ധ പൂർവ്വകാലം എന്നറിയപ്പെടുന്ന ഘട്ടമാണ് ആദ്യകാല ബാല്യം എന്ന് അറിയപ്പെടുന്നത്. ഇനി ആദ്യകാല ബാല്യത്തിലെ പ്രാഥമിക തീവ്ര വികാരം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യകാല ബാല്യത്തിലെ പ്രാഥമിക തീവ്ര വികാരം എന്ന് വെച്ചാൽ അവനവനോടുള്ള സ്നേഹമാണ്. ഓക്കെ, അവനവനോടുള്ള സ്നേഹം, അതായത് ആത്മരതിയുടെ ഘട്ടം എന്നാണ് വിശേഷിപ്പിക്കുക. ആദ്യകാല ബാല്യത്തിലെ പ്രാഥമിക തീവ്ര വികാരം എന്ന് പറയുന്നത് അവനവനോടുള്ള സ്നേഹം അഥവാ ആത്മരതിയുടെ ഘട്ടം.
ആത്മരതിയുടെ ഘട്ടം. അതുകൊണ്ട് ഈ ഘട്ടത്തിനെ മനഃശാസ്ത്രജ്ഞർ, അതായത് സിഗ്മണ്ട് ഫ്രോയിഡ്, നാർസിസത്തിന്റെ ഘട്ടം ഘട്ടം എന്നാണ് വിശേഷിപ്പിക്കുക. ഓക്കെ, ആദ്യകാല ബാല്യത്തിലെ പ്രാഥമിക തീവ്ര വികാരം ആത്മരതിയുടെ ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ സിഗ്മണ്ട് ഫ്രോയിഡ് നാർസിസത്തിന്റെ ഘട്ടം എന്നാണ് ഈ ഒരു കാലഘട്ടത്തെ വിശേഷിപ്പിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ കുഞ്ഞുങ്ങളെ? അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. കൗമാര കാലഘട്ടത്തെ അറിയപ്പെടുന്നത് പരിവർത്തനത്തിന്റെ കാലം എന്നാണ്. ജീവിതത്തിന്റെ വസന്തം എന്ന് വിശേഷിപ്പിക്കുന്ന കാലഘട്ടമാണ് കൗമാരം. ജീവിതഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ദീർഘമായ കാലഘട്ടമാണ് പ്രായപൂർത്തി എന്നറിയപ്പെടുന്നത്. ജീവിതഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ദീർഘമായ കാലഘട്ടമാണ് പ്രായപൂർത്തി, 19 വയസ്സ് മുതൽ 60 വയസ്സ് വരെ. ദെൻ പൊരുത്തപ്പെടലിന്റെ കാലം എന്നറിയപ്പെടുന്ന കാലഘട്ടമാണ് പിൽക്കാല ബാല്യം. പൊരുത്തപ്പെടലിന്റെ കാലം എന്നറിയപ്പെടുന്നതാണ് പിൽക്കാല ബാല്യം. ശിശുവിന്റെ ആദ്യ സുഹൃത്തും സാമൂഹ്യവത്കരണ സഹായിയും ആരാണ്? അമ്മയാണ്. എക്സ്ട്രാ പറഞ്ഞ പോയിന്റുകളൊക്കെ എഴുതിയെടുത്തോണേ. ശൈശവത്തിന്റെ തുടക്കത്തിൽ വികാര പ്രകടനത്തിനായി ശിശു ഉപയോഗിക്കുന്ന മാർഗമാണ് കരച്ചിൽ. ദെൻ കളിപ്പാട്ടങ്ങളുടെ കാലം എന്നറിയപ്പെടുന്നതാണ് ആദ്യകാല ബാല്യം. ഗർഭസ്ഥ ശിശുവിന്റെ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ് അമ്മയുടെ ആഹാരം, ആരോഗ്യം, മാനസികാവസ്ഥ എന്നിവ. ആദ്യകാല ബാല്യം ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണ്? 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയാണ്. സംഘബന്ധ പൂർവ്വകാലം എന്നറിയപ്പെടുന്ന കാലഘട്ടമാണ് ആദ്യകാല ബാല്യം. സംഘബന്ധ പൂർവ്വകാലം എന്നറിയപ്പെടുന്ന വികസന ഘട്ടമാണ് ആദ്യകാല ബാല്യം. ആദ്യകാല ബാല്യത്തെ പ്രാഥമിക തീവ്ര വികാരമാണ് ആത്മരതിയുടെ ഘട്ടം എന്നറിയപ്പെടുന്നത്. അതിനെ നാർസിസത്തിന്റെ ഘട്ടം എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് വിശേഷിപ്പിക്കുന്നത്. ഇത്രയുമാണ് ഇത്തവണത്തെ ക്വസ്റ്റ്യൻസ്. പഠിച്ചു എന്ന് വിചാരിക്കുന്നു. നന്നായി തന്നെ എഴുതി വെച്ച് പഠിക്കുക. ഇനി വരുന്നത് റിവിഷൻ ക്ലാസ് ആണ്. 6 ക്ലാസ് കഴിഞ്ഞു, 6 ഡേയ്സ് നമ്മുടെ അടുത്ത് കഴിഞ്ഞു. ഇനി 6 ദിവസത്തെ കൂട്ടി നമ്മൾ റിവിഷൻ ആണ് നെക്സ്റ്റ് ഡേ വരിക. അപ്പോൾ ഇത്രയും പഠിച്ചു വയ്ക്കുക. റിവിഷൻ ഡേ നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ നമ്മൾ ഇത്രയും പഠിച്ച് നമുക്ക് അത്രയും കിട്ടിയോ എന്നൊക്കെ ഒരു കോൺഫിഡൻസ് നിങ്ങളിലേക്ക് വരട്ടെ. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ എഴുതി വെച്ച് പഠിക്കുക. മറ്റൊരു ക്ലാസ്സുമായി ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്.